മേയർ ആര്യ രാജേന്ദ്രനെതിരായ KSRTC ഡ്രൈവറുടെ പരാതിയിൽ കേസ് എടുക്കില്ല. വിശദമായി അന്വേഷിച്ച ശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകിയാൽ മതിയെന്നാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം. പക്ഷം ചേരാത്ത അന്വേഷണം വേണമെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. വിഷയത്തിൽ മേയർക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. മോശമായി പെരുമാറിയതുകൊണ്ടാണ് മേയർ ബസ് തടഞ്ഞത് എന്നതാണ് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാത്തതിനുള്ള പോലീസിന്റെ ന്യായീകരണം. ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു യദുവിന്റെ പരാതി. മേയറെയും MLAയെയും രക്ഷിക്കാനായി ട്രിപ്പ് മുടക്കിയതിൽ പരാതി നൽകുന്നത് KSRTCയും ഒഴിവാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ പിഴവില്ലാത്ത റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. കേശവദാസപുരം മുതൽ സംഭവസ്ഥലം വരെയുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കണം. പോലീസുമായി സഹകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം. മേയർക്കെതിരെ നഗരസഭയ്ക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. നഗരസഭാ കവാടത്തിന് മുൻപിൽ ഇത് ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന ബോർഡ് സ്ഥാപിക്കുകയും KSRTC ബസ്സുകൾ തടഞ്ഞ് മേയറുണ്ട് സൂക്ഷിക്കുക എന്ന സ്റ്റിക്കർ പതിപ്പിക്കുകയും ചെയ്തു. മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ഡ്രൈവറുടെ ഭാഗം കേൾക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ചെന്നിത്തല. ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെൻ്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. തന്നെയല്ല, ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാവും. അധികാരമുണ്ടെങ്കിൽ ആരുടെയും നെഞ്ചത്ത് കയറാമെന്ന ധാർഷ്ട്യമാണ് മേയർക്കെന്ന് BMS കുറ്റപ്പെടുത്തി. ഡ്രൈവർ യദുവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട KSRTC ചീഫ് ഓഫീസിലേക്ക് TDF മാർച്ചും സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം.